الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ജുമുഅ ഇസ്ലാമിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ആരാധനാ കർമ്മമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ജുമുഅ ഖുത്ബക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം, കാന യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതും, വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യും, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അങ്ങനെയുള്ള ഏറ്റവും അതിമഹത്തായിട്ടുള്ള ഈ സന്ദർഭത്തിൽ സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം അതിൻ്റെ 110-ാം സൂക്തത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്
ഖുൽ മുഹമ്മദ് നബിയെ അങ്ങ് പറയുക, ഇന്നമാ അന ബശറുൻ, നിശ്ചയം ഞാനൊരു വ്യക്തി മാത്രമാണ്. എങ്ങനെയുള്ള വ്യക്തി? മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള വ്യക്തി. പക്ഷേ നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് യൂഹാ ഇലയ്യ, എനിക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നു, വഹയ് നൽകപ്പെടുന്നു എന്നുള്ളതാണ്. ആ വഹയ് നിങ്ങൾക്ക് നൽകപ്പെടുന്നില്ല. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള സന്ദേശം ലഭ്യമാകുന്നത് എനിക്കാണ്, നിങ്ങൾക്ക് അങ്ങനെ ലഭ്യമാകുകയില്ല. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. എന്നിട്ട് പറയാണ് ആ വഹയിലെ ഏറ്റവും സുപ്രധാനം, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധ്യൻ എന്ന് പറയുന്നത് ഏക ആരാധ്യനാണ്. എല്ലാ മനുഷ്യരുടെയും ആരാധ്യൻ ഏകനാണ്. ഒരേ ഒരു ഇലാഹ്, ഒരേ ഒരു ആരാധ്യൻ, അവന് മാത്രമാണ് ആരാധനകളും ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും സമർപ്പിക്കേണ്ടത് ആ പരിശുദ്ധനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്. അവന്റെ മാർഗത്തിലാണ്, അവന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതാണ് ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞിട്ട് യൂഹാ ഇലയ്യ അന്നമാ ബശറുൻ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാകുന്നു, ഏക ഇലാഹാകുന്നു. എന്നിട്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫമൻ കാന യർജൂ ലിഖാ റബ്ബി, ആര് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവോ, അഥവാ പരലോക വിജയം ആഗ്രഹിക്കുന്നുവോ, ആര് നരകമോചനം ആഗ്രഹിക്കുന്നുവോ, സ്വർഗപ്രവേശനം ലക്ഷ്യമാക്കുന്നുവോ, അവന് എന്ത് ചെയ്യണം? എന്താണ് പരലോക വിജയത്തിനുള്ള കാര്യങ്ങൾ? ഇവിടെ പറയുകയാണ് ഫലിയഅമൽ അമലൻ സ്വാലിഹാ, അവന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ എന്നാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ അനേകം സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. പക്ഷേ പോരാ, പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഹായിട്ടുള്ള തിരുവചനങ്ങളും പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ, അതാണ് ഇസ്ലാമിക ദൃഷ്ട്യ സൽക്കർമ്മങ്ങളായി മാറുക. ആ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് മാത്രമല്ല, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിനുള്ള ഇബാദത്തിൽ, ആരാധനയിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, പങ്കുചേർക്കരുത്. രണ്ട് രൂപത്തിലുള്ള ശിർക്കുകളാണല്ലോ. ഒന്ന് വലിയ ഷിർക്ക്, ഷിർക്കുൻ അക്ബർ എന്ന് പറയും. വലിയ ഷിർക്ക്, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾ അവർ ആരാധ്യന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ടും അല്ലാതെയുമൊക്കെ ഇബാദത്തുകൾ അവർക്ക് സമർപ്പിക്കുക. അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്, ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്ക് എന്ന് പറയുന്നത്. അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ആ കാര്യത്തിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ലോകത്തിന്റെ നേതാവ്, സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ആ മഹാനായ പ്രവാചകനോട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, അങ്ങേക്കും അങ്ങയുടെ മുൻഗാമികളായിട്ടുള്ള ദൈവദൂതന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. എന്താണ് വഹി? അത് നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ നീ നഷ്ടക്കാരിൽ പെട്ടുപോകും, നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ നബി പോലും, ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പോലും ശിർക്കിന്റെ അംശം സംഭവിച്ചാൽ തീർച്ചയായും അദ്ദേഹം നഷ്ടക്കാരിൽ പെട്ടുപോകും, അദ്ദേഹത്തിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. അപ്പോൾ ശിർക്ക് സംഭവിച്ചുകൂടാ എന്നാണ്. മറ്റൊരു ശിർക്കിന്റെ പേരെന്താ? റിയ എന്ന് പറയും. ആളുകൾ കാണാനും ആളുകളുടെ പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ തഹ്ഹിർ ഖുലൂബനാ മിനൽ കുഫ്രി വൻ നിഫാഖി വരിയാ. അല്ലാഹുവേ സത്യനിഷേധം, അതുപോലെ ശിർക്ക്, അതുപോലെയുള്ള പ്രകടനപരത, അമലുകളൊക്കെ മറ്റുള്ള ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുക. അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം അമലുകൾ ചെയ്യേണ്ടത്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ ചില മോഹങ്ങൾ, മറ്റുള്ളവർ കാണട്ടെ, അവർ അംഗീകരിക്കട്ടെ, അവരുടെ ആദരവ് കിട്ടട്ടെ എന്നുള്ളത്. സഹോദരങ്ങളെ, ആ ഒരു ഷിർക്ക്, അതിന് റിയാ എന്ന് പറയും, അതുണ്ടാകാൻ പാടില്ല. അപ്പൊ ഈ ആയത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, റബ്ബിനെ കണ്ടുമുട്ടാൻ, പരലോക വിജയം നേടാൻ, ജന്നാത്തുൽ ഫിർദൗസിൽ നിത്യവാസിയാകുവാൻ, നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ, മുക്തനാകാൻ നമ്മൾ ചെയ്യേണ്ടത് ശിർക്കില്ലാത്ത ശുദ്ധമായ ജീവിതം നയിക്കുക. തൗഹീദ്, കലർപ്പില്ലാത്ത തൗഹീദ്, ഏകദൈവ വിശ്വാസം, അത് അനിവാര്യമാണ്. അതുണ്ടെങ്കിലേ ആ വിജയമുള്ളൂ. എന്നിട്ട് പറയുന്നത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലൊട്ടേറെ സൽപ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒട്ടേറെ സൽക്കർമ്മങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ 5 നേരം നമസ്കരിക്കുന്നുണ്ടല്ലോ. ഈ നമസ്കാരം എന്ന് പറയുന്നത് ഫറലാണ്. ഓരോ വ്യക്തിയുടെ മേലും ഫർളായിട്ടുള്ള കാര്യം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതർഹിക്കുന്ന ഗൗരവത്തിൽ, അതിൻ്റെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ നിർവഹിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 5 നേരത്തെ നമസ്കാരമുണ്ടല്ലോ, നമുക്ക് എന്തെല്ലാം വീഴ്ചകളാണ് അതിൽ സംഭവിക്കുന്നത്, എന്തെല്ലാം പോരായ്മകളാണ് അതിൽ സംഭവിക്കാറുള്ളത്. നമ്മളതിൻ്റെ റുക്നുകൾ പാലിക്കാറുണ്ടോ? നമ്മുടെ ഹൃദയ സാന്നിധ്യം അതിലുണ്ടാവാറുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, 23-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം സൂക്തങ്ങൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവരുടെ നമസ്കാരത്തിൽ അവർ ഖുശൂഉള്ളവരായിരിക്കും. ഭക്തിയും താഴ്മയും വിനയവും അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്നുള്ള ആ ഒരു ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഇബാദത്താണ്, ആരാധനയാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടെ ആയിരിക്കും അങ്ങനെയുള്ള സത്യവിശ്വാസികൾ നമസ്കാരങ്ങൾ നിർവഹിക്കുക. പക്ഷേ ആളുകളുടെ നമസ്കാരത്തിൽ പോരായ്മകൾ വരും. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കോടതിയിൽ മനുഷ്യരുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് വിചാരണ ചെയ്യുക, ഇന്ന അവ്വലമാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമ മിൻ അഅമാലിഹിം അസ്സലാ. മനുഷ്യരുടെ കർമ്മങ്ങളിൽ ഒന്നാമതായിട്ട് അല്ലാഹു തആല ഹിസാബ് നടത്തുക നമസ്കാരമായിരിക്കും. ആ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, ഈ വ്യക്തിയുടെ നമസ്കാരത്തിൽ അവനത് പൂർത്തീകരിച്ച് ഭംഗിയായിട്ട് അതിൻ്റെ റുക്നുകൾ, വാജിബുകളൊക്കെ നിർവഹിച്ച് കൃത്യമായി അനുഷ്ഠിച്ചിട്ടുണ്ടോ, അതല്ല അതിൽ പോരായ്മകളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് പറയും. അപ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗമെന്ന് പറയുന്നത്, അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, ആ മനുഷ്യന് സുന്നത്തായ ഐച്ഛികമായിട്ടുള്ള നമസ്കാരങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഹദീസിൽ വന്നിട്ടുണ്ടോ, അവന്റെ ഫർള് നമസ്കാരങ്ങളിൽ പോരായ്മകളുണ്ട് എങ്കിൽ എന്റെ ദാസന് ഐച്ഛികമായ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അല്ലാഹു തആല കൽപ്പിക്കും. അങ്ങനെ ഉണ്ടെങ്കിലോ അവൻ സ്ഥിരപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് ഫർളിലെ വീഴ്ചകൾ പരിഹരിക്കും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ് എന്ന് ഉറപ്പുള്ള സ്ഥിരപ്പെട്ട വ്യക്തമായ സുന്നത്ത്, അങ്ങനെയുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. ആളുകൾക്കിടയിൽ ഒരു സ്വഭാവമുണ്ട്, പല കേട്ടതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുക.
എത്രയോ ആളുകളുണ്ട് സഹോദരിമാർക്ക് മഗ്രിബായി കഴിഞ്ഞാൽ, മഗ്രിബിന്റെ സുന്നത്ത് കഴിഞ്ഞാൽ ഒരു 6 റക്അത്തൊക്കെ നമസ്കരിക്കും. അതിന് പേര് സ്വലാത്തുൽ അവ്വാബീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ യഥേഷ്ടം അല്ലാഹു തആല പഠിപ്പിക്കാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്തായിട്ടുള്ള നമസ്കാരങ്ങൾ, കുറ്റം കിട്ടുന്ന നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരുണ്ട്. അതൊരിക്കലും പാടില്ല. അത് ലലാലത്താണ്, ദുർമാർഗമാണ് എന്ന് നമ്മൾ അറിയുക. എന്നാൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ, പ്രിയമുള്ളവരെ, അത് നമ്മൾ നിർവഹിക്കണം. എന്നാലാണ് നമ്മുടെ ഫർള് നമസ്കാരങ്ങൾ, അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കപ്പെടുക എന്ന് നമ്മൾ അറിയുക. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐച്ഛികമായി സ്ഥിരപ്പെട്ട നമസ്കാരങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 2 അല്ലെങ്കിൽ 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഇതാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, എത്രയെത്ര നമസ്കാരങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങളിലേക്ക് വലതുകാലി വെച്ചുകൊണ്ട് കയറുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കണം. അതിന്റെ നിയ്യത്ത് എന്തായിരിക്കണം? ഞാനിതാ അള്ളാഹുവിന് വേണ്ടി തഹയ്യത്ത് നമസ്കരിക്കുന്നു എന്നുള്ള ഒരു ബോധം, ചിന്ത, അതാണ്. അത് പറയല്ല, അത് മനസ്സിലുണ്ടാവുക. അതാണ് അതിൻ്റെ നിയ്യത്ത്. അങ്ങനെ തഹയ്യത്ത് 2 റക്അത്ത് നമസ്കരിക്കുക, അതൊക്കെ വളരെ ഗൗരവമുള്ള, അതിശക്തമായിട്ടുള്ള സുന്നത്തായിട്ടുള്ള നമസ്കാരമാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ. അതായത് പാപമോചനത്തിന് വേണ്ടിയുള്ള നമസ്കാരം, സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ. ആ നമസ്കാരത്തെ സംബന്ധിച്ച് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 1521, ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ 406 നമ്പറുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ്. ആ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുമ്പോൾ അത് പുറത്തു കിട്ടാൻ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നാഥാ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും പദവിയും അത് നമുക്കറിവുള്ളതാണ്. ആ റസൂലുള്ള ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കളുടെ അവസാനത്തെ കണ്ണിയാണ്, ഖാത്തമുൻ നബിയീൻ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ള ദിനംപ്രതി 100-ലധികം തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു എന്ന് സഹീഹായിട്ടുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ നോക്കൂ, റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഈ ദുനിയാവിന്ന് മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബിയോട് ചോദിച്ചു. ജാഹിലിയ കാലഘട്ടത്തിൽ ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യനായിരുന്നു, ധാരാളം നന്മകൾ ചെയ്യുന്ന വ്യക്തി. ആ വ്യക്തിയെ കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയോട് ചോദിക്കുന്നത്. യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയ്യതി യസ്ലുർ റഹിം വയുത്ഇമുൽ മിസ്കീൻ. ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തി ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം കുടുംബ ബന്ധം ചേർക്കുമായിരുന്നു. ദുർബലരായ അഗതികളായ ജനങ്ങൾക്ക് അവരുടെ വിശപ്പടക്കാൻ ഭക്ഷണം നൽകുമായിരുന്നു. ഒട്ടേറെ നന്മകൾ ചെയ്യുന്ന ഒരു നന്മ മരം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ആ രൂപത്തിൽ വിശേഷണങ്ങൾക്ക് അർഹനായിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം എന്താ? ആ മനുഷ്യന് പരലോകത്ത് അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ ഉപകരിക്കുമോ? ഫഹൽ ദാക നാഫിഉഹു, പരലോകത്ത് ആ വ്യക്തിക്ക് അത് ഉപകരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി ഖാല ലാ യൻഫഉഹു, അദ്ദേഹത്തിന്റെ ആ സൽക്കർമ്മങ്ങൾ പരലോകത്ത് ഹിസാബിന്റെ ആ ലോകത്ത് അവിടെ അത് ഉപകാരം ചെയ്യുകയില്ല. എന്താണ് കാരണം? എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടാതെ പോകുന്നു, എന്തുകൊണ്ട് പ്രയോജനപ്പെടാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നഹു ലം യഖുൽ യൗമൻ, അദ്ദേഹം ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞിട്ടില്ല? റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, എൻ്റെ രക്ഷിതാവേ, പ്രതിഫല ദിവസത്തില് അന്ന് എൻ്റെ പാപങ്ങൾ, എൻ്റെ തെറ്റുകൾ എനിക്ക് മാപ്പാക്കേണമേ, എനിക്ക് പുറത്തു തരേണമേ
എന്ന് ആ മനുഷ്യൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പരലോകത്ത് രക്ഷയില്ല. അദ്ദേഹം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം അത് വമ്പിച്ചതാണ് സഹോദരങ്ങളെ. സ്വലാത്തുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരു നമസ്കാരം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. അതിന്റെ നമ്പറുകൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അതിൽ കാണാം, മാ മിൻ അബ്ദിൻ യുദ്നിബു ദംബൻ, ഒരു വ്യക്തി ഒരു പാപം ചെയ്താൽ ഫയുഹ്സിനു തഹൂർ, എന്നിട്ട് നന്നായി വുളൂ ചെയ്യുന്നു, സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈൻ, എന്നിട്ട് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമ്മൾ സുന്നത്ത് നമസ്കരിക്കാറില്ലേ, അതുപോലെ 2 റക്അത്ത് നമസ്കരിക്കുന്നു. എന്നിട്ട് സലാം വീട്ടിയിട്ട് സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് അവൻ പാപമോചനം തേടുന്നു. ഇല്ലാ ഗഫറ ലഹു, അപ്പോൾ അവൻ അല്ലാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. സുമ്മ ഖറഅ ഹാദിഹിൽ ആയ, എന്നിട്ട് പ്രവാചകൻ ഈ കാര്യം പറഞ്ഞിട്ട് ഇത് വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങൾക്ക് അനുസൃതമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കിതാബിലെ ഒരു വചനം, അതായത് വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം എന്നുള്ള വചനം പാരായണം ചെയ്തു എന്നാണ്. അതായത് വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് പ്രവർത്തിച്ചവർ, തങ്ങളുടെ നഫ്സുകളോട് അക്രമം ചെയ്തവർ, അവർ അല്ലാഹുവിനെ സ്മരിക്കുകയും എന്നിട്ട് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ എന്നുള്ള ആയത്തും പ്രവാചകൻ ഊതി എന്നുള്ളതാ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഒക്കെ സംഭവിച്ചാൽ അത് നമ്മുടെ മനസ്സിനെങ്ങനെ ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ഒരു മനസ്സാക്ഷി കുത്ത് എന്ന് പറയാറില്ലേ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നന്നായി വുളൂ ചെയ്യുക, എഴുന്നേൽക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക സ്വസ്ഥമായ മനസ്സോടുകൂടെ. എന്നിട്ട് സലാം വീട്ടിയ ശേഷം റബ്ബിനോട് മനസ്സ് തുറന്ന് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നമ്മൾ ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അത് പുറത്തു തരാതിരിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ എന്തെല്ലാം നമസ്കാരങ്ങളുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ഔസ്വാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, 3 കാര്യങ്ങൾ എൻ്റെ ഖലീൽ, എൻ്റെ ആത്മമിത്രം എന്നോട് കൽപ്പിച്ചു, എന്നോട് വസിയ്യത്ത് ചെയ്തു. അതിലൊന്ന് 2 റക്അത്ത് ളുഹാ നമസ്കാരമാണ്. സാധിക്കുന്ന സന്ദർഭത്തിൽ ളുഹാ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് വിത്ർ, മറ്റൊന്ന് ഐച്ഛികമായിട്ടുള്ള നോമ്പ്. ഓരോ മാസത്തിലും 3 നോമ്പുകൾ അയ്യാമുൽ ബീദ് എന്ന് പറയും. അതാണ് ആ 3 കാര്യങ്ങൾ. അപ്പോൾ ളുഹാ നമസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരൈച്ഛികമായിട്ടുള്ള കർമ്മമാണ്. അതിൻ്റെ ഏറ്റവും മുഖ്താറായ സമയം, അത് പണ്ഡിതന്മാർ പറയുന്നത്, പകലിനെ 4 ഭാഗമാക്കിയാൽ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിനിടയിലുള്ള ആ സമയം 4 ഭാഗമാക്കിയാൽ ആദ്യത്തെ 1/4 ഭാഗം പിന്നിടുമ്പോൾ എന്നാണ്. ഒരു 9 മണി ആ സമയത്തൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ പ്രിയമുള്ളവരെ, ഒട്ടനവധി സുന്നത്ത് സ്ഥിരപ്പെട്ട നമസ്കാരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധി കർമ്മങ്ങൾ. ഇതാ നമ്മൾ ഈ പള്ളിയിലൊക്കെ വന്നിട്ട് നമസ്കാരമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നതിൻ്റെയൊക്കെ മഹത്വത്രയാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, അവിടുത്തെ സ്ത്രീകളെന്ന് പറയുന്നത് നമുക്കറിയാം, അവിടുത്തെ സഹോദരിമാര്, അവർക്ക് വസ്ത്രം ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറക്കൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ കാര്യമാണ് എന്നുള്ള ആയത്തുണ്ടല്ലോ, യാ അയ്യുഹൻ നബിയ്യ് കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ എന്നുള്ള ആ വചനം സൂറത്തുൽ അഹ്സാബിലെ ആ വചനം അവതീർണമായപ്പോൾ അവിടുത്തെ സഹോദരിമാർ വസ്ത്രമില്ലാത്തവർ, അവർക്ക് വസ്ത്രം നൽകി, അതൊക്കെ കീറി അങ്ങനെ മുഖമക്കനെയായിട്ട് ശിരോവസ്ത്രമായി ധരിച്ചു എന്ന് കാണാൻ കഴിയും. അങ്ങനെ ജീവിച്ചിരുന്ന സഹോദരിമാർ സുബഹിന്റെ ജമാഅത്തിന് ഹാജരാകുമായിരുന്നു എന്നാണ് സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. കുന്ന നിസാഉൽ മുഅ്മിനാത്തി യഷ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلس
അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സ്ത്രീകൾ സുബ്ഹ് ജമാഅത്തിന് ഹാജരാകും. അങ്ങനെ നമസ്കാരാനന്തരം അവർ പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഇരുട്ട് നിമിത്തം ആരാണ് എന്ന് അറിയാത്ത ആ സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. അതാണ് ആ കാലഘട്ടത്തിലുള്ള വിശ്വാസിനികളായിട്ടുള്ള സഹോദരിമാരുടെ അവസ്ഥ. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മൾ പള്ളിയുമായിട്ട് എത്രമാത്രം ആത്മബന്ധമുണ്ട്? ചുരുക്കത്തിൽ പറയാനുള്ളത് ഒട്ടേറെ സൽക്കർമ്മങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പള്ളി എന്ന് പറയുന്നത് നമുക്ക് ഹൃദയ ബന്ധം, ആത്മബന്ധം. അതാണല്ലോ ഒരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, അർശിൻ്റെ തണൽ ലഭ്യമാകുന്ന 7 വിഭാഗം ആളുകളെ പറഞ്ഞപ്പോൾ ഒന്ന് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. റജുൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പുരുഷൻ എന്നർത്ഥം പറയാറുണ്ട്. എന്നാൽ റജുലൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അത് സ്ത്രീയാകാം പുരുഷനാകാം, അതാണ് അവിടെ അർത്ഥം. പള്ളിയുമായിട്ട് അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട പള്ളി, ആ പള്ളികളുമായിട്ട് മനസ്സൊരു ടച്ച്, നല്ലൊരു ആത്മബന്ധം, അത് കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അർശിന്റെ തണലുണ്ടാകുമെന്ന ഒരു ഹദീസിൽ കാണാൻ ഞാൻ ബുഖാരി ഉദ്ധരിക്കുന്ന വചനമാണ്. മൻ അതാ ഇലൽ മസ്ജിദി മൻ ഖദാ ഇലൽ മസ്ജിദി ഔ റാഹ. ആരെങ്കിലും പള്ളിയിലേക്ക് പ്രഭാതത്തിൽ വന്നു അല്ലെങ്കിൽ വൈകുന്നേരം വന്നു, എന്നാൽ അഅദ്ദല്ലാഹു ലഹു നുസുലൻ മിനൽ ജന്ന. അല്ലാഹു തആല അവനിങ്ങനെ പള്ളിയിലേക്ക് നമസ്കാരത്തിനും ആരാധനക്കൊക്കെ വരുമ്പോൾ അവൻ്റെ ഈമാനം നല്ലതാണ് എങ്കിൽ, അവൻ്റെ വിശ്വാസം ശരിയാണ് എങ്കിൽ, സഹോദരങ്ങളെ, അവന് ബിദ്അത്തില്ല എങ്കിൽ തീർച്ചയായും അള്ളാഹു അവന് സ്വർഗത്തിലൊരു ഭവനം തയ്യാറാക്കുകയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ എന്തെല്ലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന സഹീഹ് മുസ്ലിമിലെ 656-ാമത്തെ വചനത്തിൽ കാണാം, മൻ സ്വല്ലൽ ഇശാ ഫീ ജമാഅ. ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. അവന് രാത്രിയുടെ പകുതി വരെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് അല്ലെ ഇശാ ജമാഅത്ത് നമസ്കാരത്തിന് എടുക്കുള്ളൂ. ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽപോതും. അപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് ആ ജമാഅത്തിനായിട്ട് വീട്ടിൽ നിന്ന് ഉളുക്കെ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ആ ജമാഅത്തിലൊക്കെ പങ്കെടുത്താൽ എത്രയാണ് പ്രതിഫലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞതായിക്കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിൽ പറയുകയാണ്, വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅ. ആരെങ്കിലും പ്രഭാത നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലാ. അവൻ രാത്രി മുഴുക്ക നമസ്കരിച്ചവനെ പോലെയാണ്. സഹോദരങ്ങളെ, ധാരാളം നന്മകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുക, അത് അനിവാര്യമാണ്. നമ്മൾ എപ്പോഴാണ് ഇവിടെ നിന്ന് മടങ്ങുക എന്ന് ആർക്കും അറിയില്ല. മടങ്ങിയാലുള്ള അവസ്ഥ എന്താ? പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂന്റെ 101-ാമത്തെ വചനം മാത്രം അത് ഓതി അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് ചുരുക്കാം. അല്ലാഹു തആല പറയാൻ, ഫൈദാ നുഫിഖ ഫിസ്സൂർ. കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ. അന്നേ ദിവസം അവർക്കിടയിൽ ഒരു ബന്ധങ്ങളും ഉണ്ടാവുകയില്ല. വലാ യതസാഅലൂൻ. പരസ്പരം ചോദിക്കൂല, എന്താണ് നിന്റെ പിതാവിൻ്റെ വർത്തമാനം, നിന്റെ പെങ്ങളുടെ വർത്തമാനം എന്താ, നിന്റെ കുട്ടികൾ എവിടെ എന്ന്. ഇങ്ങനെ ഒരു അന്വേഷണമില്ല, ബന്ധങ്ങളില്ല. അല്ലാഹു തആല വ്യക്തമായി പറയാണ്, പരലോകത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ വളരെ അതിഭീകരമാണ്, അതിഭയാനകമാണ്.
അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ വിശ്വാസം നന്നാക്കുക, നമ്മുടെ അമലുകൾ നന്നാക്കുക, നമ്മുടെ മനസ്സിനെ നന്നാക്കുക, നമ്മുടെ ജീവിതം നന്നാക്കുക. പരിശുദ്ധനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് വിജയം ഭരിക്കുന്ന, നരകമോചനം ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, അവർക്ക് ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണമേ. റഹ്മാനായ നാഥ, അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.